ഒബ്സർവേഷൻസ് ഓഫ് ഡിഫറൻറ്റ് ആനിമൽസ് അറൗണ്ട് us. നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവികളെ പറ്റിയുള്ള നിരീക്ഷണങ്ങളാണിവ. താഴെ തന്നിട്ടുണ്ട്. ഓരോന്നിനും ഓരോ കോളം കൊടുത്തിട്ടുണ്ട്. നെയിം ഓഫ് ദി ആനിമൽ, അവൻ്റെ ലോക്കൽ നെയിമുണ്ട്. പ്ലേസ് വെർ ദ ലീവ്, അവ ജീവിക്കുന്ന എവിടെയാണ്. ഫുഡ് ദ ഈറ്റ്, അവ കഴിക്കുന്ന എന്തൊക്കെയാണ്. ദ വേ ദ മൂവ് അറൗണ്ട്, എങ്ങനെയൊക്കെയാണ് അത് നടക്കുന്നത്, അതിൻ്റെ സഞ്ചാരം എങ്ങനെയൊക്കെയാണ്. എനി അതർ ഒബ്സർവേഷൻസ്, മറ്റെന്തൊക്കെയാണ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നത്, അതൊക്കെയൊന്ന് നമുക്ക് നോക്കാം. നെയിം ഓഫ് ദി ആനിമൽ ക്രോയാണ്, കാക്ക. പ്ലേസ് വെർ ദ ലീവ്, ട്രീ. ഫുഡ് ദ ഈറ്റ്, ഇൻസെക്ട്സ്. ദ വേ ദ മൂവ് അറൗണ്ട്, ഫ്ലൈ ആൻഡ് വോക്ക്, അവ പറന്നും നടക്കുകയും ചെയ്യും. എനി അതർ ഒബ്സർവേഷൻ, ക്യാരിയിങ് എ ട്വിഗ് ഇൻ ഇറ്റ്സ് ബീക്ക്, ചുണ്ടിൽ ചുള്ളിക്കമ്പുകളും കൊത്തിപ്പിടിച്ചുകൊണ്ട് പോകുന്നത് കാണാം. ഇനി രണ്ടാമത്തെ ആനിമലിനെ നോക്കാം. അതെന്താണ്? ആൻറ്റാണ്. പ്ലേസ് വെർ ദ ലീവ്, അത് സ്മോൾ ബറോസിലാണ്, അല്ലെങ്കിൽ മണ്ണിലെ ചെറിയ മാളങ്ങളിൽ. ഫുഡ് ദ ഈറ്റ്, അവ കഴിക്കുന്ന ആഹാരം എന്തൊക്കെയാണ്? ലീവ്സ്, സീഡ്സ് ആൻഡ് ഇൻസെക്ട്സ്, അതൊക്കെയാണ് അവ കഴിക്കുന്നത്, അല്ലേ? ദ വേ ദ മൂവ് അറൗണ്ട്, ദ വാക്ക് അറൗണ്ട്, അവ നടന്നു പോവുകയാണ് ചെയ്യുന്നത്. ദ ഹാവ് ലെഗ്സ്. എനി അതർ ഒബ്സർവേഷൻസ്, ഹാവ് 6 legs, 6 കാലുകളുണ്ട് അവയ്ക്ക്. അടുത്തത് കൗ ആണ്. കൗ പ്ലേസ് വെർ ദ ലീവ്, ദേ ആർ ഡൊമസ്റ്റിക് ആനിമൽസ്. ജനറലി കൗസ് ആർ ഡൊമസ്റ്റിക് ആനിമൽസ്, വീട്ടിൽ വളർത്തുമൃഗങ്ങളാണ്. ദേ ഈറ്റ് ഗ്രാസസ് ആൻഡ് ലീവ്സ്, ഇലയും പുല്ലും ഒക്കെയാണ് അവ തിന്നുക. അവ ദ വേ ദേ മൂവ് അബൌട്ട്, ദേ വാക്ക് അറൗണ്ട്. വാക്ക് ആൻഡ് റൺസ്, നടക്കുകയും ചെയ്യും, ഓടുകയും ചെയ്യും. എനി അതർ ഒബ്സർവേഷൻസ്, ദേ ഗിവ് മിൽക്ക് ടു ഹ്യൂമൻ ബീയിങ്സ്, നമുക്ക് പാല് തരുന്നവയാണ്. അടുത്തത് ഗോഡ്സിനെ പറ്റി നമുക്ക് പറയാമല്ലോ. പ്ലേസ് വെർ ദേ ലീവ്, ദേ ആർ ഡൊമസ്റ്റിക് ആനിമൽസ്, ദേ ലീവ് ഇൻ ഷെഡ്സ്. സാധാരണയായി നാം അതിനെ ഷെഡുകളൊക്കെ ഉണ്ടാക്കിയാണ് വളർത്തുന്നത്. ഇനി എന്തൊക്കെ കഴിക്കുന്നത്? ഫുഡ് ദ ഈറ്റ്, ഗ്രാസസ് ആൻഡ് ലീവ്സ്. അടുത്തത് ദ വേ ദേ മൂവ് അറൗണ്ട്, ദേ വാക്ക് ആൻഡ് റൺ. അടുത്തത് എനി അതർ ഒബ്സർവേഷൻസ് ആൻഡ് ഫീച്ചേഴ്സ്, വേറെ എന്തൊക്കെയാണ് ഒബ്സർവേഷൻസ്? ദേ ഗീവ് മിൽക്ക് ആൻഡ് മീറ്റ് ടു ഹ്യൂമൻ ബീയിങ്സ്. വാട്ട് ആർ ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് എമംഗ് ദി ആനിമൽസ് ദാറ്റ് യു ഹാവ് ഒബ്സർവ്ഡ്? നിങ്ങൾ ഒബ്സർവ് ചെയ്ത ജീവികളിലെ സിമിലാരിറ്റീസ്, സാജാത്യങ്ങൾ, ഡിഫറൻസസ്, വൈജാത്യങ്ങൾ. അവയുടെ സാജാത്യങ്ങളും വൈജാത്യങ്ങളും എന്തൊക്കെയാണ്? യു വുഡ് ഹാവ് ഒബ്സർവ്ഡ് ദാറ്റ് സം ആനിമൽസ് ലീവ് ഓൺ ലാൻഡ് വൈൽ സം അതേഴ്സ് ലീവ് ഓൺ ട്രീസ്. നിങ്ങൾ ശ്രദ്ധിച്ചാണ്, ചിലതൊക്കെ ദ ലീവ് ഓൺ ലാൻഡ്, ഭൂമിയിലാണ് താമസിക്കുന്നത്. സം അതേഴ്സ് ലീവ് ഓൺ ട്രീസ്, ചിലത് മരങ്ങളിലും. ബേഡ്സ് ലീവ് ഓൺ ട്രീസ്, പക്ഷികളൊക്കെ സാധാരണ മരങ്ങളിലാണ് ജീവിക്കുന്നത്. ഫിഷ് ലീവ് ഇൻ വാട്ടർ, മത്സ്യങ്ങൾ വെള്ളത്തിൽ ജീവിക്കുന്നു. ആൻഡ് സം ആനിമൽസ് ലൈക്ക് ഫ്രോഗ്സ് ലീവ് ഓൺ ലാൻഡ് ആസ് വെൽ ആസ് ഇൻ വാട്ടർ. എന്നാൽ ഫ്രോഗിനെ പോലുള്ള തവളകളൊക്കെ ആണെങ്കിൽ കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കാൻ കഴിവുള്ളവയാണ്. ആനിമൽസ് ഓൾസോ ഹാവ് എ വെറൈറ്റി ഓഫ് ഫുഡ് ദേ കൺസ്യൂം. ആനിമൽസിന് വൈജാത്യം വരുന്ന അനേകം ഫുഡുണ്ട്, ദേ കൺസ്യൂം, അവർ ഉപയോഗിക്കുന്നത്. ആൻഡ് മൂമെൻറ്റ്സ് ദേ എക്സിബിറ്റ്, അവർ കാണിക്കുന്ന ചലനങ്ങളും വ്യത്യാസപ്പെട്ടവയാണ്. സ്കെച്ച് ദ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഒബ്സർവ്ഡ് ബൈ യു ഇൻ യുവർ നോട്ട്ബുക്കിൽ അവയുടെ പടമൊക്കെ നിറച്ച് നോക്കുക. പ്രിപ്പയർ എ സ്ക്രാബ് വിത്ത് ലീവ്സ്, ഫ്ലവേഴ്സ് ഓൺ ദി ഡിഫറെൻറ്റ് പ്ലാന്റ്സ്. പല ചെടികളിൽ നിന്നും ഇലയൊക്കെ എടുത്തിട്ടുണ്ടല്ലോ, അതെല്ലാം കൂടെ ഒന്ന് സ്ക്രാബ് ബുക്കിൽ തയ്യാറാക്കുക. ആൻഡ് ഫെതേഴ്സ് ആൻഡ് ആനിമൽസ്, ഫിഷ്, ഈ ബേർഡ്സിൽ നിന്ന് കിട്ടിയ ഫെതേഴ്സൊക്കെ ഒന്ന് സ്ക്രാബ് ബുക്കിൽ ഇട്ടിരിക്കുക. റൈറ്റ് ഓൾ ദ ഡീറ്റെയിൽസ് യു ആർ ഗാദേർഡ് അബൌട്ട് ദം. അതിനെപ്പറ്റി കണ്ടെടുത്ത അല്ലെ മനസ്സിലാക്കിയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ എഴുതി സൂക്ഷിക്കുക. വൈൽ ട്രാവലിംഗ് ടു ആൻഡ് ഫ്രം സ്കൂൾ, സ്കൂളിൽ നിന്ന് വരുമ്പോഴും സ്കൂളിൽ നിന്ന് പോകുമ്പോഴൊക്കെ. ഒബ്സർവ് യുവർ സറൗണ്ടിങ്സ്, നിങ്ങളുടെ ചുറ്റുപാടൊക്കെ നിരീക്ഷിക്കുക. ആൻഡ് ലുക്ക് ഔട്ട് ഫോർ എ വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, വൈവിധ്യമാർന്ന ചെടികളെയും മരങ്ങളെയും അതുപോലെ തന്നെ മൃഗങ്ങളെയും ഒക്കെ നോക്കി കാണുക. ആൻഡ് ദ നെയിം ഓഫ് എനി പ്ലാന്റ് ഓർ ആനിമൽ ദാറ്റ് യു ഹാവ് നോട്ട് ലിസ്റ്റഡ് ബിഫോർ ഇൻ ടേബിൾ 2.1 and 2.2. നിങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ടേബിൾ ഉണ്ടാക്കിയിട്ടല്ലോ, ആ ഒരു ടേബിളിലേക്ക് നിങ്ങൾക്കിതൊക്കെ എഴുതി ചേർക്കാം. പുതിയ മൃഗങ്ങളെ കാണുന്നു, പുതിയ പ്ലാന്റുകളെ കാണുന്ന കാര്യങ്ങൾ. ദെൻ ആക്ടിവിറ്റി 2.2, ക്ലോസ് യുവർ ഐസ് ഫോർ 30 seconds. ഒരു 30 സെക്കൻഡ് കണ്ണടച്ച് പിടിക്കുക. ആൻഡ് തിങ്ക് ഓഫ് 1 plant and 1 animal.
ഒരു പ്ലാന്റിനെയും ഒരു ആനിമലിനെയും നിങ്ങൾ മനസ്സിൽ കാണുക. ദാറ്റ് യു ഹാവ് ക്ലോസ്ലി ഒബ്സർവ്ഡ്. നിങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ നിരീക്ഷിച്ച ഒരു ജീവിയെയും അതുപോലെ ഒരു പ്ലാന്റിനെയും നിങ്ങൾ മനസ്സിൽ കരുതുക. ആൻഡ് ഹാവ് അപ്രീഷിയേറ്റഡ് വെരി മച്ച്. നിങ്ങൾ എത്രമാത്രം ശ്രദ്ധിച്ച, എത്രമാത്രം അപ്രീഷിയേറ്റ് ചെയ്ത അത് നിങ്ങളുടെ മനസ്സിൽ കാണണം. നൗ ഈച്ച് ഓഫ് യു ക്യാൻ ഡ്രോ ദ പ്ലാന്റ് ആൻഡ് ആനിമൽ ദാറ്റ് യു തോട്ട് ഓഫ് ഓൺ ദ ബ്ലാക്ക് ബോർഡ്. അത് അവയുടെ പടം നിങ്ങൾ ബ്ലാക്ക് ബോർഡ് വരയ്ക്കണം. വാട്ട് ആർ യുവർ ഒബ്സർവേഷൻസ് അബൌട്ട് ദ വേരിയസ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് യു ഹാവ് ഡ്രോൺ. നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്ത മൃഗങ്ങളെയും ആ ചെടികളെയും പറ്റിയുള്ള നിങ്ങളുടെ നിരീക്ഷണങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അതൊക്കെ എന്തൊക്കെയായിരുന്നു അറിയുക. ഹൗ മെനി ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഡിഡ് ദ എൻറ്റയർ ക്ലാസ് ഡ്രോ ഓൺ ദ ബ്ലാക്ക് ബോർഡ്. ബ്ലാക്ക് ബോർഡിൽ നിങ്ങളെല്ലാവരും കൂടി എത്ര ചെടികൾ വരച്ച് കാണും, എത്ര മൃഗങ്ങളെ വരച്ച് കാണും എന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. ദ വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഫൗണ്ട് ഇൻ എ പർട്ടിക്കുലർ റീജിയൻ കോൺട്രിബ്യൂട്ട്സ് ദ ബയോഡൈവേഴ്സിറ്റി ഓഫ് ദ റീജിയൻ. ദ വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, ഈ വൈവിധ്യമാർന്ന ആനിമൽസും പ്ലാന്റ്സും ഒരു പ്രദേശത്തുള്ളവ, ദ കോൺട്രിബ്യൂട്ട്സ് ദ ബയോഡൈവേഴ്സിറ്റി ഓഫ് ദാറ്റ് റീജിയൻ. ആ പ്രദേശത്തെ ജന്തുവൈവിധ്യത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, അല്ലേ ജന്തുവൈവിധ്യത്തിന് കാരണമാകുന്നു. ഈച്ച് മെമ്പർ ഇൻ ദ ബയോഡൈവേഴ്സിറ്റി ഓഫ് എ റീജിയൻ. ഒരു പ്രദേശത്തെ ജന്തുവൈവിധ്യത്തിലെ ഓരോ മെമ്പർമാരും, ഓരോ ജീവിയും ഹാസ് എ ഡിഫറെൻറ്റ് റോൾ ടു പ്ലേ. അതിന് ഓരോന്നിനും ഓരോ റോളുണ്ട് അത് ചെയ്യാനായിട്ട്. ഫോർ എക്സാമ്പിൾ, ട്രീസ് പ്രൊവൈഡ് ഫുഡ്സ്. മരങ്ങളെ ഫുഡ് പ്രൊവൈഡ് ചെയ്യും. അത് മാത്രമാണോ? ആൻഡ് ഷെൽട്ടർ ടു സം ബേർഡ്സ്. ഇരിപ്പിടം ഒരുക്കും ബേർഡ്സിനെ. ആൻഡ് അതർ ആനിമൽസ്, മറ്റ് മൃഗങ്ങൾക്കും. ആനിമൽസ് ഹെൽപ്പ് ഇൻ സ്പ്രെഡിങ് സീഡ്സ് ആഫ്റ്റർ ഈറ്റിംഗ് ഫ്രൂട്ട്സ് ഒക്കെ തിന്ന ശേഷം ആ സീഡ്സും ഒക്കെ ദൂരെയായിട്ട് പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് ആനിമൽസ് സഹായിക്കും. ആൻഡ് സോ ഓൺ. ക്യാൻ യു തിങ്ക് ഓഫ് മോർ സച്ച് എക്സാമ്പിൾസ്? അങ്ങനെ ഒരു കുറേ എക്സാമ്പിൾസ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമോ, ചിന്തിക്കാമോ? ദിസ് ഷോസ് ദ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആർ ഡിപ്പെൻഡൻ്റ് ഓൺ ഈച്ച് അതർ. ഇത് കാണിക്കുന്നത് പ്ലാന്റ്സും ആനിമൽസും ഒക്കെ അന്യോന്യം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നു എന്നാണ്. ഈ ക്ലാസ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.